സാർ, ക്ഷേമ പെൻഷന്റെ സ്ഥിതി യാഥാർത്ഥ്യങ്ങളും എന്താണ് സാർ? സാർ, ഈ ഇന്ത്യയില് സാർവത്രികമായ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് സാർ. അത് അഗതികളും അശരണരുമായിട്ടുള്ളവർക്ക് കൈത്താങ്ങുന്ന നിലയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. സാർ, ഇവിടെ ഭരണഘടനയെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ, ഇവിടെ അവതാരകൻ പറഞ്ഞല്ലോ. സാർ, ഈ ഭരണഘടന വന്നിട്ട് എത്രയോ കാലമായി സാർ. ഈ ഭരണഘടന വന്നിട്ട് അതിനകത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇതുവരെ നിങ്ങളാരും നടപ്പിലാക്കിയതായിട്ട് കണ്ടില്ലല്ലോ. 1980 നയനാർ ഗവൺമെന്റ് കാലത്താണല്ലോ കർഷക തൊഴിലാളിക്ക് 45 രൂപ വെച്ച് ഒരു പെൻഷൻ ആരംഭിച്ചത്. അന്ന് സാർ, ആ പെൻഷൻ ആരംഭിച്ചപ്പോ പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു പെൻഷനാണ്. ഇത് കൊടുക്കരുത് എന്ന് അതിശക്തമായ വാദം ഉന്നയിക്കുകയാണല്ലോ അന്നത്തെ UDF നേതാക്കന്മാരെല്ലാം ചെയ്തത്. ഇത് രേഖകളിലുണ്ട് സാർ. ഇത് പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് ചെയ്യുകയാണല്ലോ സാർ ചെയ്തത്. സാർ, 1980 EK നായനാർ മുഖ്യമന്ത്രിയായ ശേഷം ഈ കർഷക തൊഴിലാളി പെൻഷൻ വന്ന അന്ന് 2.94 ലക്ഷം തൊഴിലാളിക്ക് 45 രൂപ വെച്ച് ലഭിച്ച പ്രതിമാസ പെൻഷൻ അതന്ന് തുടങ്ങി. വലിയ എതിർപ്പ് വന്നു, ഇത് നിർത്തുമെന്ന് പറഞ്ഞു. എന്തായാലും പിന്നീട് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വല്ലാതെ അറിയാവുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും അതിനൊരു പരിഷ്കരണവും നടത്തിയില്ല. പിന്നീട് അത് അല്പം പരിഷ്കരിച്ചത് 1987 നായനാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ്. അപ്പൊ 1987 വീണ്ടും അത് വർദ്ധിപ്പിച്ചു. അതിനുശേഷം വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് വീണ്ടും അന്നത്തെ UDF ശ്രമിച്ചില്ല. പിന്നീട് സാർ, പിന്നീട് 2006 LDF ഗവൺമെന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് ആ സമയമായപ്പോഴേക്കും 110 രൂപയായിരുന്നു പെൻഷൻ, 120. 2006 ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോ അന്ന് ആ പെൻഷൻ 2.5 വർഷം, അന്ന് കൊടുക്കേണ്ട പെൻഷൻ 2.5 വർഷം കുടിശ്ശിക വരുത്തിയിട്ടാണ് സാർ AK ആന്റണി സർക്കാർ അധികാരം ഒഴിഞ്ഞത്. സാർ, ഈ 2.5 വർഷം എന്ന് പറഞ്ഞാൽ 30 മാസമാണ്. ഇതൊരു പുതിയ കാര്യമല്ല UDF സംബന്ധിച്ച്. ഇതെല്ലാം രേഖകളിലുള്ളതാണ്. ഇപ്പൊ 18 മാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുന്നല്ലോ. 2.5 വർഷം അന്നത്തെ അനുസരിച്ച് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് വരുമ്പോ 2.5 മാസം പെൻഷൻ കൊടുത്തിരുന്നില്ല, 2.5 വർഷം പെൻഷൻ കൊടുത്തിരുന്നില്ല, 30 മാസക്കാലം പെൻഷൻ കൊടുത്തിരുന്നില്ല. ഇതെല്ലാം രേഖകളിലുള്ളതാണ്. പഴയ രേഖ നോക്കിയാൽ മതി. സാർ, ആ പെൻഷൻ ഇപ്പൊ നിങ്ങളിങ്ങനെ 3 മാസത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിസംബർ മാസം വരെ കിട്ടിയതിനെ പറ്റിയാണല്ലോ പറയുന്നത്. സാർ, ആ 110 രൂപ 120 രൂപ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 500 രൂപയാക്കിയത് VS അച്യുതാനന്ദൻ ഗവൺമെന്റാണ്, LDF ഗവൺമെന്റ് ആണ് 500 രൂപ ആക്കിയത്. അതിനുശേഷമാണ് പിന്നീട് 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നത്. ആ ഗവൺമെന്റ് വന്നിട്ട് അവിടെ ആ സമയത്ത് എന്താ സാർ, ആ സമയത്ത് 500 രൂപ എന്നുള്ളത് ഒരു ഘട്ടത്തിൽ 600 രൂപ എന്ന് പറഞ്ഞു എന്നല്ലാതെ അത് കൊടുത്തില്ലല്ലോ. 18 മാസക്കാലം കൊടുത്തില്ല എന്ന് ഇവിടെ ചില കണക്കുകൾ അങ്ങ് പറഞ്ഞല്ലോ സാർ. UDF ആയിട്ട് കൂട്ടിയില്ല, പക്ഷെ കൊടുക്കാതിരുന്നല്ലോ. അതിന് ധവളപത്രം ഇറക്കി ഓരോ ന്യായം പറഞ്ഞു. സാർ, നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ 2015 ശ്രീ MK മുനീർ പറഞ്ഞ മറുപടിയാണ് ഈ കാര്യത്തിൽ നേരത്തെയൊക്കെ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഉൾപ്പെടെ ഈ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ വിതരണം ഏതൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ വിഭാഗത്തിന് എത്ര, അതിനകത്ത് ഏതൊക്കെ പദ്ധതികൾക്ക് എത്ര വർദ്ധിപ്പിച്ച് കുടിശ്ശിക വന്നിട്ടുണ്ടോ എന്നുള്ളതിനകത്ത് കൃത്യമായി ഓരോ പെൻഷനും എത്ര മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത് വ്യക്തമാക്കാമോ? ആ കുടിശ്ശിക അടക്കമുള്ള എല്ലാ കണക്കുകളും ഇതിലുണ്ട്. കുടിശ്ശികയുടെ തുക വേറെ 2020 തോമസ് ഐസക്ക് ഒരു മറുപടി പറയുമ്പോൾ അതിനകത്ത് ശ്രീ രാജു എബ്രഹാം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനകത്താണ് 1473 കോടി രൂപ കുടിശ്ശികയാണെന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ ശ്രീ MK മുനീറിന്റെ 2 ചോദ്യോത്തരങ്ങളുണ്ട്. അത് ഇവിടെ 2007-2015 അതിനുശേഷം 2016 കൊടുത്ത ആ മറുപടി ഉൾപ്പെടെ ഒരു കാര്യത്തിനകത്ത് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് അത്രയും കുടിശ്ശികയുണ്ടെന്ന്. അത് മാത്രമല്ല, ഞാനിവിടെ ആവർത്തിച്ചു പറയുന്നു, അതിനുമുമ്പ് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ 2.5 വർഷക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഭരണഘടന എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഈ പ്രൊവിഷനൊക്കെ ഇപ്പൊ കണ്ടെത്തിയത് നല്ലതാണ്. അത് ആ കാര്യമൊക്കെ കണ്ടെത്തിയത് നല്ലതാണ്. അപ്പൊ അത്രയും കാര്യം സാർ. പ്ലീസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ശ്രീ ജോസഫിന് അദ്ദേഹത്തിന് പെൻഷൻ നൽകിയ കാര്യം. സാർ, നേരത്തെ ഇങ്ങനെ പെൻഷൻ മുടക്കിയതിന്റെ കണക്കുകൾ ഞാൻ പറഞ്ഞു. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് രേഖകളിലുള്ളതാണ് സാർ. ഇത് പിന്നീട് കൊടുത്തു തീർത്തത് LDF ആണ് സാർ. ഈ പെൻഷൻ അങ്ങനെ കുടിശ്ശികയായി കിടക്കുന്ന സമയത്ത് 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഈ ഘട്ടത്തിലാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ല. ആദ്യമേ 600 രൂപ ഉണ്ടായിരുന്നത് 400 രൂപ വർദ്ധിപ്പിച്ച് 1000 ആക്കി. ഓരോ ഘട്ടത്തിലായിട്ട് വർദ്ധിപ്പിച്ചു. ഏറ്റവും അവസാനം 400 രൂപ വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ച് ഓരോ ഘട്ടത്തിലും കൊടുത്തുകൊണ്ടിരുന്നതാണ് സാർ. അങ്ങനെ നോക്കിയാൽ ഇനി ഒരു കണക്കൂടുണ്ട് സാർ. ഈ കണക്കുകൾ കള്ളം പറയില്ല. 9011 കോടി രൂപയാണ് 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. 5 വർഷം കൊണ്ട് 9011 കോടി സാർ.
കൊടുത്തത് 35,154 കോടി രൂപയാണ്. 35,154 കോടി രൂപ. സാർ, ഈ സർക്കാർ വന്നതിന് ശേഷം 2.5 വർഷം കൊണ്ട് 23,958 കോടി